ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് സെറ്റിങ്സ് പറഞ്ഞുതരാം. ഒരു സെറ്റിങ്സ് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ വ്യൂസ് കുറയും, മറ്റൊന്ന് ഓഫായി കഴിഞ്ഞാൽ സബ് കുറയും. എന്താണ് ഈ രണ്ട് സെറ്റിങ്സ് എന്നല്ലേ അത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പേ ഈ ചാനൽ സബ് ചെയ്യാത്തവർ ഒന്ന് സബ് ചെയ്യുക, എന്നിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ സെറ്റിങ്സ്? അപ്പോൾ ഞാൻ ഈ സെറ്റിങ്സ് പറയുന്നത് മാത്രമല്ല, ഈ സെറ്റിങ്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, അതായത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ഇതിന് ശേഷം നിങ്ങൾക്കത് ഓണാക്കി വെക്കണോ ഓഫാക്കി വെക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് ആ രൂപത്തിൽ നിങ്ങൾക്ക് ഒരു അറിവുണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സെറ്റിങ്സ് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷേ എന്തിനാണ് എന്ന് കൃത്യമായിട്ട് അറിയില്ല എന്നുള്ളതാണ് വിഷയം. ആദ്യത്തെ ഒരു സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അവിടെ അലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പറയും, ഇതാണോ ഇത്, നമ്മളൊക്കെ കുറേ കേട്ടാണ് അല്ലെങ്കിൽ കുറേ അറിയുന്നതാണ് എന്ന് നിങ്ങൾ പറയുമെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ എന്തിനാണ് അലോ എംബഡിങ് ഉപയോഗിക്കുന്നത്? അലോ എംബഡിങ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് കറക്റ്റ് കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ മുന്നേ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ എൻ്റെ സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, എൻ്റെ കമ്പനി പറയുക കാരണം എൻ്റെ സ്വന്തം കമ്പനി ആയിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒരു ചാനലിൽ, ലോക്കൽ ചാനൽ മീൻസ് TV ചാനലിൻ്റെ ന്യൂസ് ചാനലിൻ്റെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആവശ്യം എന്താ വെച്ചാൽ, ഒന്ന് അവർക്ക് എന്ത് ചെയ്യണം, വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, ന്യൂസിൻ്റെ വീഡിയോസ് ലൈവൊക്കെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ അവർക്ക് ഇപ്പം വലിയൊരു സ്പേസ് ഒന്നും വാങ്ങാനുള്ള സൗകര്യമൊന്നും ആ സമയത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യാനില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ഈ യൂട്യൂബിലെ അലോ എംബഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂട്യൂബ് ചാനൽ നമ്മൾ വീഡിയോ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിന് താഴെ എംബഡിങ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കോഡ് കിട്ടും. ഈ കോഡ് കോപ്പി ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റിലോ വ്ളോഗിലോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീഡിയോനെ കുറിച്ചൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്വന്തം വെബ്സൈറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ വെബ്സൈറ്റിലേക്ക് ഈ വീഡിയോസ് മുഴുവൻ എന്ത് ചെയ്യാം, ഈ കോഡ് ഉപയോഗിച്ച് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നിങ്ങളെല്ലാ വീഡിയോസും ആ വെബ്സൈറ്റിൽ കാണിക്കും. ആ വെബ്സൈറ്റ് വെച്ച് നിങ്ങൾക്ക് ഇതിന് മാർക്കറ്റ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ആവശ്യത്തിനാണ് മെയിനായിട്ട് അലോ എംബഡിങ് എന്ന് പറയുന്ന സെറ്റിങ്സ് ഓണായി കൊടുക്കുന്നതും എംബഡിങ് ചെയ്യുന്നതും. എംബഡിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ മറ്റൊരു വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നതിന് അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നതിനാണ് എംബഡിങ് എന്ന് പറയുന്നത്. ആ എംബഡ് ചെയ്യാനുള്ള കോഡും കാര്യങ്ങളും കിട്ടണമെങ്കിൽ നമ്മൾ അലോ എംബഡിങ് ഓണായി കൊടുക്കണം. ഇനി യൂട്യൂബിൽ ഈ അലോ എംബഡിങ് ഓഫാക്കണമെന്ന് പലരും പറയുന്നതിന് റീസൺ, നമ്മൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമ്മളൊരാൾക്ക് ലിങ്ക് അയച്ചു കൊടുത്തു. ആ ലിങ്ക് അയാൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ വാട്സപ്പിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ആപ്പ് വഴി അല്ലെങ്കിൽ ആ ഒരു സെറ്റിങ്സ് വഴി എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു പോപ്പപ്പ് വന്നിട്ട് അവിടെ ഒരു പ്ലെയർ ഓപ്പൺ ആയിട്ട് അതിലാണ് കാണിക്കുക. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ വ്യൂ കൗണ്ട് യൂട്യൂബിലേക്ക് വരില്ല, അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ വ്യൂ കൗണ്ട് വരില്ല, അല്ലെങ്കിൽ ആളുകൾ സബ് ചെയ്യൂല എന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഒരു പരിധി വരെ സത്യമാണെങ്കിലും അതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളങ്ങനെ ലിങ്ക് അയച്ചു കൊടുത്ത ഒരാളത് കണ്ടിട്ട് ഒരുപാട് സമയം നോക്കൂല. മീൻസ് ഈ ചെറിയ സ്ക്രീനിൽ ഒരുപാട് സമയം നോക്കൂല. നല്ല ടോപ്പിക്കാണ് എന്ത് ചെയ്യും, മിക്കവാറും ആളുകൾ അത് ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിൽ തന്നെ വരും, യൂട്യൂബിൽ തന്നെ വന്നിട്ട് അവിടെ നിന്ന് അയക്കി നോക്കുക. ഇനി അങ്ങനെ നമുക്ക് വ്യൂസ് കുറയുന്നുണ്ടെങ്കിലും ആ വ്യൂസിൻ്റെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും. കാരണം നമ്മളൊരു ലിങ്ക് അയച്ചത് കൊണ്ട് 1000-2000 ആൾക്കാരൊന്നും ഒരു കാരണവശാലും കാണാൻ പോകുന്നില്ല. അത് എപ്പോഴും 100 താഴെ ആയിരിക്കും, അല്ലെങ്കിൽ 200 താഴെ ആയിരിക്കും. പിന്നെ നിങ്ങൾ എവിടെ ഷെയർ ചെയ്യുന്നു എന്ന് അനുസരിച്ചാണ് എന്ത് വരിക, ഈ ലിങ്കിൻ്റെ വ്യൂസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സംഭവം മനസ്സിലായല്ലോ. അലോ എംബഡിങ് എന്തിനാണ് ഓണാക്കുന്നതെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ രണ്ടാമത്തെ സെറ്റിങ്സ് ആണ് അലോ റീമിക്സ്. അതായത് റീമിക്സ് ചെയ്യാൻ അലോ ചെയ്യുക എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഈ അലോ റീമിക്സ് ഓഫായി കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ വീഡിയോ റീമിക്സ് ചെയ്യുന്നതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊക്കെ പറയുമെങ്കിലും നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ ഒരു ഗുണം എന്താ വെച്ചാൽ, മറ്റുള്ളവർ നമ്മളെ വീഡിയോ റീമിക്സ് ചെയ്തോട്ടെ. കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ ആരൊക്കെ റീമിക്സ് ചെയ്തു കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം എന്താ അറിയും, അവരെടുത്ത് റീമിക്സ് ചെയ്യുന്നത് എന്താ, നമ്മളിൽ എന്തെങ്കിലും വാല്യൂ ഉള്ളതുകൊണ്ടല്ലേ. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ റീമിക്സ് ചെയ്യാം, എനിക്കൊരു പരാതിയുമില്ല, ഒരു വിഷമവും ഇല്ല. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ചെയ്ത റീമിക്സ് ആയിട്ട് എൻ്റെ വീഡിയോ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിനും കൊളാബോ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതേപോലെ മറ്റുള്ളവർ നമ്മൾ വീഡിയോസ് എടുത്ത് റീമിക്സ് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ പൊതുവെ പറയാം. അപ്പോൾ അത് ഓഫാക്കി ഇടണം എന്ന് പറയുന്നതോട് ഞാൻ അധികം യോജിക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ അലോ റീമിക്സിങ് എന്ന് പറയുന്നത് നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ് വരിക. എങ്ങനെയാണെന്നറിയോ, ഒന്ന് പിന്നെ നമ്മൾ റീമിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എഡിറ്റ് ഇൻ ടു ഷോർട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ വീഡിയോ എഡിറ്റ് ഇൻ ടു ഷോർട്സ് കൊടുത്ത് റീമിക്സ് ചെയ്യാൻ പറ്റും.
അങ്ങനെ നമ്മളൊരു വീഡിയോൻ്റെ ഒരു പോർഷൻ, ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഒരു വീഡിയോൻ്റെ ഒരു ഭാഗം, ഇപ്പോൾ സംസാരിക്കുന്ന ഭാഗം എനിക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്തിട്ട് ഷോർട്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഷോർട്സ് ആയിട്ട് ചെറിയൊരു സ്ക്രീനിൽ വരും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ റീമിക്സിനെ കുറിച്ച് ഞാൻ എന്ത് പറയുന്നു, എൻ്റെ അഭിപ്രായം എന്താണ് എന്നൊക്കെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ ടൈറ്റിലിട്ട് ഒരു ഷോർട്ടാക്കി മാറ്റിയാൽ ഇതിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരും. കാരണം എൻ്റെ അനുഭവമാണ്, പലരും ചെയ്തിട്ടുള്ള ആളുകളൊക്കെ എക്സ്പീരിയൻസ് പറയുന്നത് റീമിക്സ് നിന്ന് നല്ലപോലെ വ്യൂസും വരും, നല്ലപോലെ സബ്ബും വരും. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എന്തിനാണ് കളയുന്നത്? അതൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനിയും ഇപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് ഓഫാക്കി വെക്കണം എന്നാണ് നിങ്ങൾ ഇപ്പോഴും അഭിപ്രായമെങ്കിൽ ഓഫാക്കി വെക്കുക. ഓണാക്കേണ്ടവർക്ക് ഓണാക്കി വെച്ച് നിങ്ങൾ റീമിക്സ് ചെയ്യുക. റീമിക്സ് ചെയ്താൽ ഉറപ്പായിട്ട് സബ്ബ് കൂടും, ഒരു സംശയം വേണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ സബ്ബ് വന്നതും ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ സബ്ബ് വന്നതും റീമിക്സിലൂടെയാണ്. അതുകൊണ്ട് റീമിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു വജ്രായുധം എന്നൊക്കെ പറയാവുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് അതിനെ നിങ്ങൾ ഓഫാക്കി വെക്കേണ്ട ആവശ്യമില്ല. അതുപോലെ എലോ എംബഡിങ് എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളിപ്പോൾ വെബ്സൈറ്റും മറ്റ് പരിപാടികളൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓഫാക്കി വെക്കാം. അതിൻ്റെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത്, കുറേ എനിക്ക് തോന്നുന്നു 3-4 കൊല്ലം മുമ്പ്, 4 കൊല്ലമൊന്നുമല്ല, കൊറോണ സമയത്താറ്റവും തോന്നുന്നു, ഒരാൾ നമ്മളിങ്ങനെ കുറേ യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞാണ് അയാളുടെ ചാനൽ ഹിറ്റാവാൻ കാരണം ഒരു ഇംഗ്ലീഷുകാരൻ എന്ത് ചെയ്തു, ഈ എംബഡിങ് കോഡ് എടുത്തിട്ട് അവരെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ കുറേ ആർട്ടിക്കിൾസുകൾ എഴുതി. അതാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വായിക്കുന്നതായിരുന്നു. അപ്പോൾ അതുവഴി ഒരുപാട് ഫോറിനേഴ്സൊക്കെ വന്നിട്ട് ഇയാൾ വീഡിയോ കണ്ടു, സബ് ചെയ്തു, പിന്നെ ആളങ്ങ് ഹൈ ലെവലിൽ റീച്ചായി. ഇതിൻ്റെ 2-3 ലക്ഷമൊക്കെ വ്യൂസല്ല സബ്സ്ക്രൈബേഴ്സൊക്കെ വന്ന് ഭയങ്കര ഹൈ ലെവലിലെത്തി. മൂപ്പർ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടാ, വേറെ ആരുമല്ല, മൂപ്പർ തന്നെയാണ് പറഞ്ഞത് ഈ കാര്യം. അപ്പോൾ ഇങ്ങനെ സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും ചക്ക വീണാൽ മുയൽ ചാവില്ല പറഞ്ഞ പോലെ എപ്പോഴും സംഭവിക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ സംഭവിക്കാം. ഒരു യൂട്യൂബ് ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തമ്പനെയിൽ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഒരാളുടെ തമ്പനെയിൽ മാറ്റി കൊടുത്തു. എന്താണ് എഫക്റ്റ് എന്ന് അറിയണമല്ലോ. എന്നിട്ട് എന്താ സംഭവിച്ചു പറഞ്ഞാൽ അവർക്ക് 13,000 വ്യൂസാണ് വന്നത്. സംശയമുണ്ടെങ്കിൽ ഞാൻ ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ നോക്കിയോ. ഇപ്പോൾ രണ്ടാമത്തെ തമ്പനെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് തമ്പനെയിൽ മാറ്റം വരുത്തുമ്പോൾ ചില ആളുകളുടെ വീഡിയോസ് നന്നായിട്ട് അങ്ങ് കയറിപ്പോകും. അത് എന്താണെന്ന് വെച്ചാൽ ആളുകൾ അത് കണ്ട് ക്ലിക്ക് ചെയ്ത് കയറി, നല്ല വീഡിയോസ് ആയിരിക്കും, തമ്പനെയിൽ മോശമായതുകൊണ്ടായിരിക്കും പലരും ഫെയിലാവുന്നത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചത് ഈ തമ്പനെയിൽ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തിട്ട് എന്താ പ്രശ്നം അറിയും, ഈ ക്ലാസ്സിൻ്റെ ലിങ്ക്സാണ് അയച്ചു കൊടുക്കുക. അപ്പോൾ ലിങ്ക് അയച്ചിട്ട് ആൾക്കാർ കാണില്ല, നാളെ കാണാം മറ്റന്നാൾ കാണാമെന്നൊക്കെ വിചാരിച്ച് കാണില്ല, എനിക്ക് കണ്ടാൽ തന്നെ ചില ആളുകൾ മനസ്സിലാവുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് കടന്ന് മറ്റൊരു സൊല്യൂഷൻ ഞാൻ വിചാരിക്കുന്നത്, നിങ്ങളുടെ ചാനൽ ജസ്റ്റ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഓപ്പോണൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഓപ്പോണൻ്റ് ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ നമുക്ക് പറയാം, നിങ്ങളെപ്പോലെ വീഡിയോ ചെയ്യുന്ന മറ്റുള്ളവരെ നോക്കിയിട്ട് അവരെങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏത് രൂപത്തിലുള്ള തമ്പനെയിൽസ് വേണം എന്ന് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ തീരുമാനിച്ച രീതിയിലുള്ള തമ്പനെയിൽസ് എങ്ങനെ ചെയ്തെടുക്കാം, അതുമാത്രം നമ്മൾ പഠിക്കുക. എന്തിനാണ് എല്ലാ കാര്യവും പഠിക്കുന്നത്, നമുക്കത് മാത്രം പഠിക്കുക. അത് മാത്രം പഠിച്ചിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കുക. നമ്മൾ തമ്പനെയിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ പഠിച്ച് അതിൽ എക്സ്പേർട്ടായിട്ട് അതിങ്ങനെ കൃത്യമായിട്ട് ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഗ്രോത്ത് വരും. പിന്നെ നിങ്ങൾ എക്സ്പേർട്ടായ ശേഷം നിങ്ങൾ എന്ത് വേണം പരീക്ഷിച്ചോളൂ, കുഴപ്പമില്ല. അപ്പം ഈ ഒരു സംഭവം ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്, പക്ഷേ 1-to-1 ആയിട്ട് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഈ പറഞ്ഞ പോലെ ലിങ്ക് അയച്ചു കൊടുത്താൽ ചിലപ്പോൾ അത് വർക്കാവുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പെയ്ഡാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് പറഞ്ഞുതരാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാം. വാച്ച് അവർ കൂട്ടാനും സബ് കൂട്ടാനുള്ള പരിപാടികളൊന്നുമില്ല. പക്ഷേ ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും, ഒരുപാട് ആൾക്കാർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കും താല്പര്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. എനിക്ക് സബ് കുറവാണെന്ന് പൊതുവെ പരാതിയുണ്ട് കുറേ ആൾക്കാരുടെ. അപ്പോൾ അത് നിങ്ങൾ വിചാരിച്ചാലേ ഈ സബ് നടക്കുള്ളൂ, നിങ്ങളാണല്ലോ സബ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് മാത്രം. നമുക്ക് എങ്ങനെയാണ് ഈ സബ് കൂട്ടേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഈ സബ് കൂടാത്തതിൻ്റെ കാരണം എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.